എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നല്ലൊരു എപ്പിസോഡായിരുന്നു. നമ്മുടെ ചിപ്പിയുടെ ബർത്ത്ഡേ വരാൻ പോവുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളും അതുപോലെ വിനോദിൻ്റെ കല്യാണ കാര്യങ്ങളൊക്കെ ചർച്ചയായി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പം ചിപ്പിമോള് പറയുന്നുണ്ട്, എൻ്റെ ബർത്ത്ഡേക്ക് ആദ്യമായിട്ടും വന്നില്ലെങ്കിൽ ഈ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കത്തില്ല, കേക്ക് മുറിക്കത്തില്ല എന്ന്. അപ്പോൾ എല്ലാവരും വന്ന് ഇത് ചെയ്യുന്നു, മോളെ എങ്ങനെ ആദ്യം വരും, ആദ്യം നിൻ്റെ മമ്മി വിടത്തില്ല എന്ന് പറയുന്നു. അപ്പം നമ്മുടെ പെട്ടെന്ന് ഇഷിത മോളോട് പറയുന്നു, മോളൊരു കാര്യം ചെയ്യ്, ആദ്യം വിളിക്ക്, ആദ്യ ചേട്ടനോട് വരാൻ പറയാൻ പറയുന്നു. അവനെന്തായാലും വരുമെന്ന് ഇഷിത പറയുകയാണ്. അങ്ങനെ മോൾക്കത് സന്തോഷമാകുന്നു. അപ്പം മഹേഷ് ചോദിക്കും, നീ എന്തുറപ്പില്ല അങ്ങനെയൊക്കെ പറഞ്ഞേന്ന്. അപ്പം നിനക്ക് ഉറപ്പുണ്ടോ അവൻ വരുമെന്ന്. അപ്പം ഇഷിത പറയും, ഉറപ്പില്ല എങ്കിലും അവൻ വരും എന്നുള്ള രീതിയിൽ തന്നെ ഇഷിത പറയുകയാണ്. ഇതേ സമയത്താണെങ്കിൽ ആദ്യം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരും. അപ്പോൾ ഇഷിതാമ്മ പെട്ടെന്ന് ആദ്യം വിചാരിക്കും ഇത് ഇഷിതാമ്മയുടെ നമ്പറാണല്ലോ, ഇതെന്താ ചിലപ്പോൾ ചിപ്പി ആയിരിക്കും നമ്പർ സേവ് ചെയ്തതെന്നുള്ള രീതിയിൽ മനസ്സിലാവും. അങ്ങനെ ചിപ്പിയാണ് വിളിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും സംസാരിക്കുന്നു. അപ്പോൾ ചിപ്പി പറയുന്നു, ഞാനാണ് ആദ്യേട്ടൻ്റെ ഫോണിൽ ഇഷിതാമ്മയുടെ നമ്പർ സേവ് ചെയ്തതെന്ന് പറയുന്നു. എന്നെ ഇടയ്ക്ക് വിളിക്കാമല്ലോ, അതിന് വേണ്ടിയാണെന്ന് പറയും. അപ്പോൾ പറയും, എൻ്റെ ബർത്ത്ഡേ നാളെയാണ്. അപ്പോൾ ആദിക്ക് ഭയങ്കര സന്തോഷമാകുന്നു, നിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരെയും വിളിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പം ചിപ്പി പറയുന്നു, എല്ലാവരെയും വിളിക്കുക, പക്ഷേ ആദ്യമായിട്ട് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കേക്ക് കട്ട് ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നു. ആദ്യമായിട്ടും വരണം എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ആദ്യം ഇങ്ങനെ എന്താ പറയുക, വിഷമത്തോടെ നിൽക്കുകയാണ്. അതേ സമയത്ത് രചന അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും ഇതെല്ലാം കേട്ടുകൊണ്ട്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ രചനയ്ക്ക് മനസ്സിലാവും ആദ്യം എന്തായാലും പോകുന്നു. അങ്ങനെ ആദ്യം ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് ചിപ്പിയുടെ ബർത്ത്ഡേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ആകാശും രചനയും പോകാൻ സമ്മതിക്കത്തില്ല. ആ ഗിഫ്റ്റൊക്കെ എടുത്ത് ചവിട്ടിക്കളയും. അപ്പോൾ ആദ്യം പറയും, നിങ്ങൾ ആരാ എൻ്റെ കാര്യത്തിൽ അന്വേഷിക്കാൻ, എൻ്റെ ഡാഡി ഇല്ലാതാക്കാൻ നോക്കുന്ന ആളല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ആദ്യം നന്നായിട്ട് തിരിച്ച് പറയുകയാണ്. ഇത് കേട്ട രചനയ്ക്കും ആകാശിനും നല്ല വെറുപ്പാവും. അങ്ങനെ ആദ്യം അവർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ആദി വരുന്നതൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ചിപ്പിയോളെ കെട്ടിപ്പിടിക്കുന്നതും അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇഷിതയും മഹേഷും തമ്മിലുള്ള പ്രണയ നിമിഷങ്ങളും കൂടി കടന്നു പോകുന്നുണ്ട്. രണ്ടുപേരും കൂടെ തമ്മിൽ എന്തോ ഇഷിതയുടെ തല എവിടെ ഇടിക്കുകയോ മുട്ടുകയൊക്കെ ചെയ്യുന്നു. ആ സമയത്ത് മഹേഷ് പോയി അത് തിരുമ്മിയൊക്കെ കൊടുക്കുന്നു. അപ്പോൾ മഹേഷ് പറയും, അപ്പോൾ ഇഷിത ചോദിക്കുന്നു, നിങ്ങൾ ആരാ എന്നെ തൊടാന്നൊക്കെ ചോദിക്കുക. അപ്പം മഹേഷ് പറയും, പറയും ബാക്കി പറയാനൊക്കെ പറയും. അങ്ങനെയുള്ള നല്ല കഥാമുഹൂർത്തങ്ങളിലൂടെയാണ് നാളത്തെ എപ്പിസോഡ് പോകുന്നത്. കാരണം ചിപ്പിയുടെ ബർത്ത്ഡേക്ക് എന്തായാലും ആദ്യം വരും. ആദിയുടെ പുറകെ നമ്മുടെ രചനയും വരുന്നുണ്ട്. അപ്പോൾ രചന എല്ലാവരും അവഗണിക്കുന്നതൊക്കെ എപ്പിസോഡാണ്. അപ്പോൾ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.